الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം എന്നുള്ളത്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ മാത്രമല്ല, നാളെ പരലോക ജീവിതത്തിലും നമുക്ക് വേണ്ടത് സമാധാനമാണ്. അതിനുള്ള ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മുഅ്മിനുകളെ, അല്ലാഹുവിലുള്ള യഥാർത്ഥമായ വിശ്വാസവും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹുവിലുള്ള പരിപൂർണമായ വിശ്വാസം, ചാഞ്ചല്യമല്ലാത്ത, കുടുംബക്കാരുടെ മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസം, നാട്ടുകാരുടെ മുമ്പിൽ പണയം വെക്കാത്ത വിശ്വാസം, അതിന്റെ ഏറ്റവും പൂർണ്ണതയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതുപോലെ തന്നെയാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കല്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയാണ്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ഒരാണാകട്ടെ ഒരു പെണ്ണാകട്ടെ സത്യവിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന പക്ഷം അവർക്ക് നാം ഹയാതൻ തയ്യിബ, നല്ല ഒരു ജീവിതം അവർക്ക് നാം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. രണ്ട് കണ്ടീഷനാണ് അല്ലാഹു പറഞ്ഞത്.
ഒന്ന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനാകണം, നല്ല നല്ല കർമ്മങ്ങളിൽ ആവേശത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്നവനാകണം. രണ്ടാമതായി അല്ലാഹു പറഞ്ഞത് വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാകണം. പേരുകൊണ്ട് മുസ്ലിമായാൽ പോരാ, അവന്റെ അഡ്രസ് കൊണ്ട് മുസ്ലിമായാൽ പോരാ, അവന്റെ ജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ ആ രംഗങ്ങളിലൂടെ എല്ലാം അല്ലാഹനെ പേടിച്ച് നല്ല മുഅ്മിനായി കൊണ്ട് ജീവിച്ചാൽ അല്ലാഹു പറയുന്നു അവർക്ക് നാം നല്ല ഒരു ജീവിതം കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് ഏറ്റവും ഉത്തമമായതിനെ അവർക്ക് നാം പ്രതിഫലമായി നൽകും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ വിശ്വാസികളാകൂ, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും നാം പ്രതിഫലം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈമാനുള്ളവരായി മാറാൻ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കുന്നവരായി മാറാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എത്ര നല്ല പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിനോട് നമ്മൾ പറഞ്ഞു പോവുകയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, പടച്ചോനെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നല്ലത് തരണേ അല്ലാഹ്. മാത്രമല്ല വഫിൽ ആഖിറ, പരലോകത്തിലും ഞങ്ങൾക്ക് നീ നന്മ തരണേ അല്ലാഹ്. വഖിനാ അദാബന്നാർ, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ഞങ്ങൾക്ക് ഖബറിൽ നിന്ന് ഞങ്ങൾക്ക് അദാബിന്റെ ഞങ്ങൾക്ക് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് റബ്ബിനോട് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ ഈ ദുനിയാവിലൂടെ ഇഹപര ജീവിതത്തിലൂടെ നമുക്കൊരു സൗഖ്യം ലഭിക്കാൻ ഈ പ്രാർത്ഥന അനിവാര്യമല്ലേ? രണ്ടും ഈ പ്രാർത്ഥനയിൽ വന്നു. പടച്ചോനെ, ഇഹത്തിൽ ഞങ്ങൾക്ക് നന്മ നൽകണം, അതുപോലെ തന്നെ ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണം എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അവർക്ക് നന്മയാണ് ഈ ലോകത്തും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, എന്നാൽ പലരുടെയും മനസ്സുകൾ ഇന്ന് അസ്വസ്ഥമാണ്. പല മനുഷ്യർക്കും ഇന്ന് പ്രയാസമാണ്. എന്താണ് പ്രയാസം? മാനസികമായി കൊണ്ടുള്ള ഒരു സന്തോഷമില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ പരിഹാരം? ഒരുപാട് ഗെയിമുകൾ കളിക്കലാണോ പരിഹാരം? അല്ല. സോഷ്യൽ മീഡിയകളിൽ 24 മണിക്കൂറും ഇരിക്കലാണോ പരിഹാരം? അല്ല. ലഹരി വസ്തുക്കളുടെ ആധിക്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണോ പരിഹാരം? അല്ല. നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ തിരിച്ചറിയുക, നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ അടുത്തറിയുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മയത്രേ മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലരുടെയും ധാരണ സാമ്പത്തികമായി കൊണ്ടുള്ള ഭദ്രതയാണ് മനുഷ്യന് സമാധാനം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അല്ലല്ലോ. ഒരുപാട് സമ്പത്തുള്ള വ്യക്തിക്ക് 24 മണിക്കൂറും സമാധാനം ലഭിക്കണമെന്നുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. ലൈസൽ ഇനാൻ കസ്റത്തുൽ അർള്, ഐശ്വര്യം എന്നുള്ളത് സമ്പത്തിന്റെ ആധിക്യമല്ല. അഥവാ ഒരാളുടെ മനസ്സിലെ ഏറ്റവും കൂടുതൽ ഐശ്വര്യം കടന്നു വരുന്നവന്റെ സമ്പത്തിന്റെ പവർ നോക്കിയിട്ടല്ല. വലാകിന്നൽ ഇനാഇൻ നഫ്സ്, മനസ്സിന്റെ ധന്യതയാണ് അവന്റെ ഐശ്വര്യം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മാനസികമായി കൊണ്ടുള്ള ഒരു സന്തോഷമുണ്ടോ? അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം.
അതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിലെ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടാൻ ഈമാനായി മുഅ്മിനായി കൊണ്ട് നമ്മൾ ജീവിക്കുക. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായി കൊണ്ട് ആ പരലോകത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുവോ. പരലോകത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, പരലോകത്തെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിൽ വിചാരണയുടെ സന്ദർഭങ്ങളിലൂടെ എനിക്ക് രക്ഷപ്പെടണമല്ലോ റബ്ബേ എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ജീവിതത്തിൽ നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല, മാതാപിതാക്കളോടുള്ള ബാധ്യത അവൻ നിർവഹിക്കുന്നില്ല, സാമ്പത്തികമായി കൊണ്ടുള്ള ഭദ്രതയെ അവൻ സംരക്ഷിക്കുന്നില്ല, മറ്റുള്ള ഇടപാടുകളൊന്നും ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ കൊണ്ടുപോകാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് സമാധാനപരമായി കൊണ്ടുള്ള ജീവിതം കാഴ്ചവെക്കാൻ സാധ്യമാവുക? റബ്ബ് പറയുന്നു, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായി കൊണ്ട് പരലോകത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുവോ, ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം റബ്ബ് നന്ദിപൂർവം അവരിൽ നിന്ന് സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സ്വഹാബത്ത് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളോ സൗഖ്യങ്ങളൊന്നും അത്ര ഇല്ലാത്ത ഒരു കാലഘട്ടങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് മറ്റൊരു സ്വഹാബിയെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുകയാണ്, താങ്കൾ ഇപ്പോൾ എവിടെയാണ്, എന്താണ് താങ്കളുടെ അവസ്ഥ? നമ്മളൊക്കെ ചോദിക്കും അല്ലേ, നമ്മളൊക്കെ പരസ്പരം ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാഹ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകും എന്നൊക്കെ പറയും. പക്ഷേ ആ സ്വഹാബി പറഞ്ഞത്, ഞാനിപ്പോൾ സിറാത്ത് പാലത്തിലാണ് എന്നാണ്. വിശ്വാസികളെ, ദുനിയാവിലൂടെ ജീവിക്കുമ്പോഴും ദുനിയാവിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ചിന്ത മുഴുവൻ പരലോകത്തിലാണ്, അള്ളാഹുവിനെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മയാണ്. ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധ്യമായാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലും നന്മ തരും, നാളെ പരലോകത്തിലും നന്മ തരും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ഇൽമ നേടുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത്. ഇന്ന് നമുക്ക് അതിനുള്ള സൗകര്യം ഏറെയാണ് അല്ലേ? പണ്ടൊക്കെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ അവർ പറയാണ്, ദുല്ലനാ അലാ അമലിൻ ഇദാ ഹമിൽനാ ഉദഖൽനൽ ജന്നാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു ഇൽമ പറഞ്ഞു തരൂ റസൂലേ, ആ ഇൽമ പ്രവർത്തിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഉന്നതമായ സ്വർഗ്ഗമാണ് പ്രവാചകരെ, അങ്ങനത്തെ ഒരു ഇൽമ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി കഴിയുന്ന സ്വഹാബത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസികളെ, നമ്മൾ ഇൽമ നേടുന്ന വിഷയത്തിൽ നമ്മളുടെ നിലപാട് എവിടെയാണ്? നമ്മുടെ നിലപാട് എവിടെയാണ്? അല്ലാഹ് ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അറിവ് നേടുന്ന ആളുകൾക്ക് ഒരുപാട് ഫളായിലുകളാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചത് അല്ലേ? ആ ഇൽമിൽ വെച്ച് ഏറ്റവും അൾട്ടിമേറ്റ് ആയി നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഇൽമ ഏതാണ് പ്രിയപ്പെട്ടവരെ? ഏത് അറിവാണ്? ഈ ഭൂമിയെ കുറിച്ചുള്ള അറിവാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ചുള്ള അറിവാണോ? അല്ല. ആ അറിവുകളിൽ വെച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടുന്ന അറിവ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഇതാണ് ഏറ്റവും വലിയ അറിവ്. ഈ അറിവ് പാളിപ്പോയാൽ, ഈ അറിവിലെങ്ങാനും ഒരു ചാഞ്ചല്യം സംഭവിച്ചാൽ നമ്മുടെ ഹിസാബും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഖബറും നമ്മുടെ പരലോകവും എല്ലാം പ്രിയപ്പെട്ടവരെ പ്രശ്നമാകും. അതുകൊണ്ടാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ പൊന്നുമോന് കൊടുക്കുന്ന ഉപദേശത്തിലെ ഒന്നാമത്തെ ഉപദേശം, യാ ബുനയ്യ. ഉപ്പ മോനെ വിളിക്കുന്ന രീതി നോക്കൂ. നമ്മളൊക്കെ എങ്ങനെ കുട്ടികളെ വിളിക്കാറ്? നമ്മൾ ശ്രദ്ധിക്കണം. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്.
ഇന്ന ശിർക ലദുൽമുൻ അലീം, തീർച്ചയായും ആ ശിർക്ക് എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാകുന്നു, ഏറ്റവും വലിയ അക്രമമാകുന്നു മോനെ ശിർക്ക്. അതുകൊണ്ട് അത് ചെയ്യല്ലേ. അപ്പൊ ഇൽമിൽ വെച്ച്, അറിവിൽ വെച്ച് ഏറ്റവും ഉന്നതമായ അറിവ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അത് പഠിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ഏതെങ്കിലും ജാറങ്ങളിലേക്കോ മക്ബറകളിലേക്കോ അല്ല വിശ്വാസി കടന്നു പോകേണ്ടത്. അല്ലാഹുവിൽ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അതുകൊണ്ട് ഇൽമ നേടണം, അറിവ് നേടണം. അങ്ങനെ ആ ഇൽമ നേടിയാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് രക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം നമുക്കുണ്ടാകേണ്ടത് തഖ്വയാണ്, സൂക്ഷ്മതയാണ്. ഒരു മാസക്കാലം അല്ലേ, പരിശുദ്ധമായ റമദാനിൽ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള എല്ലാ വിഷയങ്ങളും വളരെ സൂക്ഷ്മതയിലായിരുന്നു. ആ ഒരു സൂക്ഷ്മത പ്രിയപ്പെട്ടവരെ നമുക്ക് ഇപ്പൊ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു പറയാട്ടോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിച്ചാൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തുറസ് കൊടുക്കും, ഒരു വഴി കൊടുക്കും. എത്രയെത്ര ചരിത്രങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുമ്പിലുള്ളത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ആ മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളെയും ഫിറഔൻ പിടിക്കാൻ, കൊല്ലാൻ വേണ്ടി കടന്നു വന്നപ്പോ ആർത്തിരമ്പുന്ന കടലിന്റെ മുമ്പിൽ ചെന്ന് വിട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവർ ചോദിച്ചില്ല, മൂസാ, അവര് നമ്മളെ പിടികൂടില്ലേ, അവര് നമ്മുടെ തൊട്ടുപിറകിലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതെന്താ? എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. ദുനിയാവിൽ എവിടെ പോയിട്ട് എന്തൊക്കെ പ്രയാസത്തിൽ പെട്ടാലും എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നുള്ള പ്രതീക്ഷ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവന്റെ കാര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തഖ്വ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാ ജുമാകളിലും എല്ലാ ക്ലാസ്സുകളിലും കേൾക്കുന്ന പരിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, ഹഖ്ഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുക. ഇന്ന് നമ്മുടെ ഒക്കെ അവസ്ഥ എന്താ വെച്ചാല്, നമ്മൾ ജീവിതം താന്തോന്നിത്തരും മറ്റുള്ള കാര്യങ്ങളും എല്ലാ ഹറാമും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഒരു നിസ്കരിക്കുന്നുണ്ടോ, അയാൾ പള്ളിക്ക് നേരത്തെ വരുന്നുണ്ടോ, അയാൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് മറ്റുള്ളവരെ നോക്കണം. പ്രിയപ്പെട്ടവരെ, അത് റബ്ബിന്റെ ഡ്യൂട്ടിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചോളും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പരലോകത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കുക. സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തഖ്വയെ പൂർണ്ണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അടുത്തൊരു വിഷയം എന്താണെന്നറിയോ? ഈ ഇഹത്തിൽ നമുക്ക് സുഖം ലഭിക്കാൻ, പരലോകത്ത് നമുക്ക് സുഖം ലഭിക്കാൻ തവക്കുൽ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. എങ്ങനെയായിരിക്കണം ഭരമേൽപ്പിക്കേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ട് തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ രക്ഷിതാവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അല്ലെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നമ്മളൊക്കെ ചെല്ലിയില്ലേ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന? അല്ലെ, ഈ പ്രാർത്ഥന നമ്മൾ കൃത്യമായി കൊണ്ട് ചെല്ലിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ഇതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകലുണ്ടോ? രോഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചപ്പോ ഒരുപാട് ചികിത്സ നടത്തിയപ്പോ ഇനി ഭേദമാകുന്നില്ല. ഒരുപാട് ആളുകളോട് ചോദിച്ചപ്പോ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഇന്ന ഭാഗത്ത് ഒരു തങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഒരു ജാറമുണ്ട്, ഇന്ന ഭാഗത്ത് ഒരു മക്ബറയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചാ മതി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഹൃദയം ചാഞ്ചാടിയോ അതോ തൗഹീദിൽ അധിഷ്ഠിതമായി നിന്നോ? നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവ് എന്നുള്ളത് പരീക്ഷണത്തിന്റെ കലവറയാണ്. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. എത്രയെത്ര പരീക്ഷണത്തിന്റെ രാവുകളാണ്.
മഹാന്മാരായ മുൻഗാമികളായിട്ടുള്ള ആളുകൾക്ക് കടന്നുപോയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കറുത്തവനായ വിരൂപിയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമറിയാം നമുക്ക്. ഈ ആദർശത്തിലേക്ക് കടന്നു വന്നപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ യജമാനൻ കൊണ്ടുപോവുകയാണ്. ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ വലിയ ഭാരമുള്ള കല്ലുകൾ തന്റെ ശരീരത്തിലേക്ക് കെട്ടിവെച്ച് ഈ ദിശയിലേക്കും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് യജമാനൻ ചോദിക്കുന്നുണ്ട്, ബിലാലേ, നീ മാറ്റത്തിന് തയ്യാറുണ്ടോ? മാറാൻ തയ്യാറുണ്ടോ? നീ സ്വീകരിച്ച ആദർശത്വത്തിൽ നിന്ന് നീ പിന്മാറിയാൽ, നീ സ്വീകരിച്ച വഹ്ദാനിയത്തിൽ നിന്ന് പിന്മാറിയാൽ നിന്നെ രക്ഷപ്പെടുത്താം. അപ്പോഴും ആ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് വാചകം എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദായിരുന്നു. അങ്ങനെ ആ പവർ നമുക്ക് കിട്ടണം. ആ ഒരു രീതിയിലേക്ക് നമ്മളും വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലേ? അല്ല പോരെ, വേറെ ആരെങ്കിലും ആവശ്യമുണ്ടോ? അല്ല ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, ആദർശം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധ്യമാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അവൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളും. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നമ്മളെ സംരക്ഷിക്കും. അല്ലാഹുവിന്റെ സംരക്ഷണമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ദുനിയാവിലെ ആരുടെ സംരക്ഷണം നമുക്കില്ല എങ്കിലും പ്രശ്നമില്ല, നമുക്ക് ജീവിക്കാം. പക്ഷെ അള്ളാന്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ദുനിയാവും നമുക്കില്ല, പരലോകവും നമുക്കില്ല. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്കവനെ നിന്റെ മുന്നിൽ കാണാം. അഥവാ റബ്ബിനെ നീ കൃത്യമായി കൊണ്ട് സൂക്ഷിച്ചാൽ ആ അല്ലാഹു നിന്നെ എല്ലാ നിലക്കും നിന്നെ സഹായിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പാടില്ല. അല്ലാഹുവിലേക്ക് മാത്രം പ്രാർത്ഥിക്കുന്ന കരങ്ങളായി നമ്മുടെ കരങ്ങൾ മാറണം. നമ്മുടെ കുടുംബം ആ രൂപത്തിൽ ആദർശ നിഷ്ഠയുള്ള കുടുംബമായി മാറണം. അവിടെ തൗഹീദിന്റെ വലിയ വെളിച്ചം എന്നും എല്ലാ ദിവസവും പരത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥനകളാൽ, ഇസ്തിഗ്ഫാറിനാൽ, തൗബയാൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ രൂപത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഇഹത്തിലും പരത്തിലും രക്ഷ ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ നമുക്കുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ പറയലുണ്ട്, ആ വ്യക്തി എത്ര നല്ല വ്യക്തിയാണ്,
അല്ല, അദ്ദേഹത്തിന്റെ മരണം എത്ര നല്ല മരണമായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും കുടുംബക്കാരും മക്കളും പേരമക്കളും ഭാര്യയും എല്ലാവരും അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം എത്ര വലിയ ഭാഗ്യവാനാണ് എന്നൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അതൊന്നും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണമായ ഭാഗ്യമല്ല. അതൊക്കെ അള്ളാഹു അയാൾക്ക് കരുതി വെച്ചത്. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ വയസ്സ് 10, 20, 28, 40, 56 വയസ്സ് വരെ നമ്മൾ ജീവിച്ചു അല്ലെ. മക്കൾക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ പറയാൻ നമ്മുടെ അടുക്കലുണ്ട്. ഉപ്പക്ക് വേണ്ടി എന്ത് ചെയ്തു, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു ചോദിക്കുമ്പോ പറയാൻ മറുപടി ഉണ്ട്. സ്വന്തം ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ എന്തുണ്ട് കരങ്ങളിൽ എന്ന് ചിന്തിച്ചാൽ, എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരങ്ങളിൽ എന്തുണ്ട് നന്മയായി, എന്തുണ്ട് നന്മയായി. ഇന്നത്തെ സുബഹി നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഇനി നിർവഹിച്ച നമസ്കാരത്തിൽ തന്നെ പൂർണ്ണമായ ഖുശൂ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കുക. ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സമാധാനിക്കല്ല വേണ്ടത് പ്രിയപ്പെട്ടവരെ. ആ പ്രവർത്തനം അല്ലാഹുവേ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. അല്ലാഹുക്ക് ഇഷ്ടമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുക, നന്മ ചെയ്യുക, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാരനായിട്ട് ആരാണുള്ളത്? സ്വഹാബത്തിന്റെ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നോമ്പുകാരനാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ ആരാണുള്ളത്? ആ സന്ദർഭത്തിലും ഒരു സ്വഹാബി എണീറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ ആരുണ്ട്? അപ്പോഴും ഒരു സ്വഹാബി എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാനുണ്ട് പ്രവാചകരെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ജനാസയെ പിന്തുടർന്നവൻ ആരുണ്ട്? ആ സന്ദർഭത്തിലും സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നൊരു സ്വഹാബി എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ ഒരേ ഒരു സ്വഹാബി വര്യൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഒരു ദിവസം പാവപ്പെട്ടവന് ഭക്ഷണം നൽകി. അതേ ദിവസം ഒരു രോഗിയെ സന്ദർശിച്ചു. അതേ ദിവസം തന്നെ നോമ്പുകാരനായി. അതേ ദിവസം തന്നെ ജനാസയെ പിന്തുടർന്നു. സൽക്കർമ്മങ്ങളിൽ മത്സരിക്കുകയായിരുന്നു സ്വഹാബാ കിറാമുകൾ. ദുനിയാവിന്റെ വിഷയത്തിലല്ല പ്രിയപ്പെട്ടവരെ. ദുനിയാവ് വേണ്ടെന്നല്ല, ദുനിയാവ് വേണം. നമുക്ക് അധ്വാനിക്കാം, നമുക്ക് സമ്പാദിക്കാം, അതൊക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ ദുനിയാവിലൂടെ ജീവിതം മാത്രം കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ജുമ കഴിഞ്ഞാൽ ഇന്ന് ചെയ്യണം, ഇന്ന കാണുന്ന ആൾക്കാരെ കാണുന്ന പൈസ കൊടുക്കണം, ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടത് മാത്രം ക്രമീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് വിശ്വാസിക്ക് പാടില്ല. പരലോകം ഏറ്റവും കൂടുതൽ ഗൗരവത്തോടു കൂടി കാണണം. അങ്ങനെ ആ പരലോകത്തിന് വേണ്ടി മത്സരിച്ചെങ്കിൽ മാത്രമേ നാളെ രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ഇന്നിപ്പോ ദുനിയാവിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നമുക്കുണ്ടെങ്കിൽ, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ സഹായിക്കും. ഇനി നമ്മുടെ വീട്ടുകാരെ കൊണ്ട് അതിന് സാധ്യമല്ല എങ്കിൽ നമ്മുടെ നാട്ടുകാർ നമ്മെ സഹായിക്കും. ഇനി നമ്മുടെ നാട്ടുകാർക്കും അതിന് സാധ്യമായിട്ടില്ല എങ്കിൽ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി കൈകോർക്കും നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തോടുകൂടി നമ്മൾ ഖബറിലേക്ക് എത്തി നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ വിചാരണയുടെ മുമ്പിൽ ഒരാൾ പോലും ഒരു അമല് നൽകി നമ്മെ സഹായിക്കാനുണ്ടാവൂല.
ഇന്ന് നമ്മുടെ മക്കള് നമുക്കാരാ, നമ്മുടെ ഉമ്മ നമുക്കാരാ, നമ്മുടെ ഉപ്പ നമുക്കാരാ? പ്രിയപ്പെട്ടവരെ, എത്ര നിസ്സാരമായ ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിലും അവരെ സ്നേഹത്തോടുകൂടി കൂട്ടിപ്പിടിക്കുന്ന നമ്മൾ അല്ലേ? പൊന്നുമോൾ ചാടാൻ വേണ്ടി പോവുകയാണെന്നറിയുമ്പോ മാറോട് ചേർത്ത് പിടിക്കുന്ന ഉമ്മ നാളെ പരലോകത്ത് വരും, ആ മോളും നാളെ പരലോകത്ത് വരും. പക്ഷേ നരകത്തിലേക്ക് പതിക്കാൻ പോകുന്ന ആ പൊന്നുമോൾക്കൊരു അമലിന്റെ കാരണം, നരകത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം, ഉമ്മയോട് ചോദിക്കണം, ഉമ്മ നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമ്മയുടെ മോള് നരകത്തിലേക്ക് കടക്കാൻ പോവാണ്, ഒരമല് തരുമോ? പൊന്നുമോളോട് ആ ഉമ്മ പറയുന്ന എന്താണെന്നറിയോ? മോളെ, ഇത് പരലോകമാണ്, ഇവിടെ സെന്റിമെന്റ്സിന് സ്ഥാനമില്ല, ഇവിടെ സ്ഥാനങ്ങൾക്ക് സ്ഥാനമില്ല മോളെ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, യുബശ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനീഹി. ആ കത്തിയെരിയുന്ന നരകമെങ്ങനെ മനുഷ്യനാളെ കാണുമ്പോ ഭയവിഹ്വലരായി പേടിച്ച് വിറച്ചുകൊണ്ട് റബ്ബിനോട് പറയുകയാണ്, റബ്ബേ, ഞാൻ എന്റെ മക്കളെ വിട്ടുതരാം ആ നരകത്തിലേക്ക്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ഹൃദയത്തിൽ എടുത്തു വെക്കേണ്ടുന്ന വചനമാണ്. ഞാൻ എന്റെ സഹധർമ്മിണിയെ വിട്ടുതരാം, ഞാൻ എന്റെ സഹോദരനെ വിട്ടുതരാം. വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീ. ഈ ദുനിയാവിലുള്ളത് മുഴുവനും ഞാൻ വിട്ടുതരാം റബ്ബേ, എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമോ? നാളെ പരലോകത്ത് നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ്. എന്താ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ നാളെ പരലോകത്ത് രക്ഷയില്ല, രക്ഷപ്പെടാൻ സാധ്യമല്ല. മരിക്കുന്ന സമയത്ത് മലായിക്കത്തുകൾ വരുമ്പോ തിരിച്ചറിയും, പഠിച്ചവനെ ഒരു കുറച്ചു നേരം ഒന്ന് വിട്ടുതരുമോ, ഒന്ന് പിന്തിപ്പിച്ചു തരുമോ റബ്ബേ, സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം റബ്ബേ, സുബഹി ജമാഅത്തൊക്കെ ഞാൻ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം റബ്ബേ. ഇപ്പോൾ ഒന്നും ആ ചിന്ത നമ്മുടെ ഹൃദയത്തിലില്ല. അപ്പൊ നമ്മളിങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയാണ്. ഞാൻ ഇപ്പോഴൊന്നും, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല, കാരണം എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് പ്രയാസമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഏത് നിമിഷവും അള്ളാന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ഇന്ന് ഖുത്ബ കഴിഞ്ഞ് ഈ പള്ളിയുടെ ഉള്ളിൽ നമസ്കാരം നിർവഹിച്ച്, പ്രാർത്ഥന നിർവഹിച്ച്, നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ ഭക്ഷണം കഴിച്ച് ഈ ദിവസത്തെ പൂർത്തിയാക്കുമോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ ഇട്ട് ധരിച്ച ഈ വസ്ത്രം നമ്മൾ തന്നെ അടിച്ചു വെക്കുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അത്ര നൈമിഷികമാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ, കർമ്മങ്ങളിൽ കർമ്മനിരതരാകുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. പരിശുദ്ധ മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളിലേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച്, ഒന്നുകൂടി ഉല്ലസിച്ച്, ആനന്ദിച്ച് കർമ്മങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്, അല്ലേ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും കൂട്ടരെയും ഫിർഔനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം എന്നുള്ളത്. അതെ, ഇവിടെ മുഹറം 9-ലെയും 10-ലെയും നോമ്പ് നമുക്ക് എടുക്കുവാനുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിന്റെ ഫളായിലിനെ കുറിച്ച് പഠിപ്പിച്ചത്, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അത് ചെറിയൊരു നിസ്സാരമായ കാര്യമല്ല, അല്ലേ? മുഹറം 9-നെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അടുത്ത വർഷം ഞാൻ 9 കൂടി നിർവഹിക്കും. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് എത്തുമ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്ക് 9ഉം 10ഉം നമുക്ക് നോമ്പെടുക്കാം. അല്ലാഹുവിന്റെ മാർഗത്തിൽ അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ച്, അതിന്റെ പ്രതിഫലത്തെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ നോമ്പ് നമ്മൾ എടുക്കുക. നമ്മുടെ അഹ്ലീങ്ങളെയും നമ്മൾ ആ കാര്യം ഉണർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. ഹോസ്പിറ്റലുകളുണ്ട്, വീടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവട സാമ്പത്തിക മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.